എല്ലാവർക്കും നമസ്കാരം. ന്യൂ മാസ്റ്റർ വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ന്യൂമറോളജിയെ പറ്റിയാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ, നമ്മൾ ജനിച്ച ദിവസം, മാസം, വർഷം, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ജനിച്ച തീയതി ഒരു സംഖ്യ കിട്ടും. ജനിച്ച തീയതി നമ്മൾ ഒറ്റ സംഖ്യ ആക്കണം. ഒറ്റ സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യ, ഡബിൾ സംഖ്യയാണെങ്കിൽ, ഇരട്ട സംഖ്യയാണെങ്കിൽ രണ്ടും കൂടി കൂട്ടണം. ഉദാഹരണത്തിന് 21 ആണെങ്കിൽ 2 1 3. അപ്പോൾ നമുക്ക് ക്യാപ്റ്റനും ടോട്ടൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ എന്താണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആ ഡേറ്റ്, മാസം, വർഷം എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു സംഖ്യ കിട്ടും. മൊത്തം കൂട്ടി കിട്ടുന്ന സംഖ്യയെ വൈസ് ക്യാപ്റ്റൻ എന്നും നമുക്ക് വിളിക്കും. ഇത് രണ്ടും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ലൈഫ് മൊത്തം നമ്മളെ നയിക്കുന്ന ആ 2 സംഖ്യകൾ. ഇത് ഒരു കാരണവശാലും ഈ 2 സംഖ്യകളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാതെയും അംഗീകരിക്കാതെയും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. പിന്നെ ചില ആൾക്കാർക്ക് സ്കൂളിൽ ചേർക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. അത് നമ്മളിവിടെ അംഗീകരിക്കുന്നില്ല. നമ്മൾ ജനിച്ചത് എന്നാണോ അതാണ് നമുക്ക് വേണ്ടത്. സ്കൂളിൽ ചേർക്കുമ്പോൾ മെയ് മാസം 6 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് ആക്കി ഹെഡ് മാസ്റ്റർ എഴുതുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതിവിടെ അംഗീകരിക്കില്ല. നമ്മുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്താണ് ന്യൂമറോളജിയിലെ ഏറ്റവും ആധികാരികമായ സംഖ്യ. ഉദാഹരണത്തിന് നമുക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 21/6/1984. അപ്പോൾ നമ്മൾ മൊത്തം കൂട്ടുമ്പോൾ അത് 4 എന്നും 21 എന്നുള്ളത് 3 എന്നും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ക്യാപ്റ്റൻ 3 വൈസ് ക്യാപ്റ്റൻ 4 കിട്ടും. ഈ 2 നമ്പറാണ് നമ്മുടെ ഏറ്റവും നമ്മളെ വിജയത്തിലോട്ട് കൊണ്ടുപോകുന്നതും പരാജയത്തിലോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം ഈ നമ്പറുകളാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതനുസരിച്ച് നമ്മുടെ പേരുകൾ, നമ്മുടെ മക്കളുടെ പേര്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ വരുമ്പോൾ ഭാര്യയുടെ പേര് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ വീട്ടുപേര്, എല്ലായിടത്തും നമ്മൾ ഈ പറയുന്ന സംഖ്യകളുമായിട്ട് ഒരു ബന്ധം ഉണ്ടായേ പറ്റൂ. അതുപോലെ ഫോൺ നമ്പര്, കാറിൻ്റെ നമ്പര്, ഒന്നും വേണ്ട, നമ്മുടെ പെറ്റ് നെയിം, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായക്കുട്ടി അല്ലെങ്കിൽ പൂച്ചക്കുട്ടി, അവരുടെ പേര് പോലും നമ്മൾ ഇടുമ്പോൾ നമ്മൾ അതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടായിരിക്കണം. അതാണ് ഫോൺ നമ്പറാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് 4 വെട്ടും കഴിവതും വരാൻ പാടില്ല. 2 വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2 നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. 4 വെട്ടും കഴിവതും വരാൻ പാടില്ല. മിക്കവാറും എല്ലാ ഫോൺ നമ്പറിലും 4 വെട്ടും ഉണ്ട്. എന്നാൽ പല കമ്പനികളിൽ നമ്മൾ തിരക്കുമ്പോൾ 4 വെട്ടും ഇല്ലാത്ത ഫോൺ നമ്പർ കിട്ടും. അതേപോലെ തീരുന്ന നമ്പർ, മൊത്തം കൂട്ടി കിട്ടുന്ന നമ്പർ 1ലോ 3ലോ 5ലോ 6ലോ വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു 4ഉം 8ഉം എടുക്കരുതെന്ന്. എന്തുകൊണ്ടെന്നാൽ 4 എന്ന് പറയുന്നത് രാഹുവാണ്, 8 എന്ന് പറയുന്നത് ശനിയാണ്. രാഹു എന്ന് പറയുന്നത് തല മാത്രമുള്ള ഒരാളാണ്. ശനി എന്ന് പറയുന്നത് പുള്ളിയുടെ പേര് തന്നെ മന്ദനാണ്, മന്ദഗതി. അപ്പോൾ 8 ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മന്ദനാക്കി കളയും, എന്ന് വെച്ചാൽ നമ്മളെ ഒരു മടിയനാക്കി കളയും. അതുകൊണ്ടാണ് 8നെ കൂടുതലും നമ്മൾ എടുക്കാത്തത്. അതുകൊണ്ടാണ് 4ഉം 8ഉം എടുക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതൊരു ചെറിയ വിവരണമാണ് തന്നത്. ഇതിൻ്റെ ഒരു കടൽ പോലെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു ചെറിയ ചുരുക്കം നിങ്ങൾക്ക് ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ തന്നതാണ്. ഫോൺ നമ്പറിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലാസ്റ്റ് തീരുന്ന നമ്പറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഞാനൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വിഷയം ചുരുക്കുന്നു.